ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിനകത്ത് മാത്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാറ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം NMMS ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ NDSCയുടെ ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് അല്പം കൂടുതൽ. എങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് അപ്രോച്ച് ചെയ്യാം, എങ്ങനെ ആൻസറിലേക്ക് എത്താം, സിമിലർ രീതിയിൽ വേറെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സം വേർഡ്സ് വിത്ത് ജംബിൾഡ് ലെറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ വേർഡ് വിച്ച് ഡസ് നോട്ട് സ്യൂട്ട് ദ ഗ്രൂപ്പ്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിലെ വാക്കുകളിലെ അക്ഷരക്രമം മാറ്റി എഴുതിയിരിക്കുന്നു. കൂട്ടത്തിൽപ്പെടാത്ത വാക്ക് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ എങ്ങനെയെങ്കിലും ഒരു വാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എഴുതി നോക്കാം. EUOBLS KRTIS REATEWS HSIRT. നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ എളുപ്പമുള്ള ഒരു സാധനം താഴത്തെയാണ്, HSIRT. ഇതെന്തുവാണ്? നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഷർട്ട്. അപ്പൊ ഷർട്ട് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ബാക്കിയല്ല ഏതെങ്കിലും ഒരു ഡ്രസ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇവിടെ ചെറിയ ലെറ്റർ ഉള്ള KRTIS, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സ്കേർട്ട്. ഇവിടെ BLOUSE ബ്ലൗസ്, BLOUSE ബ്ലൗസ്. ദെൻ ഇവിടെ SWEATER സ്വെറ്റർ, സ്വെറ്റർ. സോ നമുക്ക് തന്നിരിക്കുക 4 ഡ്രസ്സാണ്. ഇത് സ്യൂട്ട് ആവാത്ത സാധനം എന്ത്? ഇവിടെ നമ്മൾ നോക്കി, ബ്ലൗസ് എടുത്താലും ഷർട്ട് എടുത്താലും സ്വെറ്റർ എടുത്താലും അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിലാണ് വിയർ ചെയ്യുക. സ്കേർട്ട് എടുത്താൽ എന്താണ്? ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിലാണ് വിയർ ചെയ്യുക. അപ്പൊ കൂട്ടത്തിൽ പെടാത്തതെന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ്, KRITIS അല്ലെങ്കിൽ സ്കേർട്ട് ആണ് അതിനകത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിനകത്തെ ആൻസർ. ക്ലിയർ ആണോ? Which of the following words cannot be formed from the letters of the word perpendicular? Perpendicular എന്ന വാക്കിൽ നിന്നും perpendicular എന്ന വാക്കിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റാത്ത വാക്കുകൾ ഏതാണ്? പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ വേർഡ്സ് റിപ്പീറ്റഡ് ആയി ഉപയോഗിക്കാൻ പറ്റില്ലയോ എന്നൊരു ക്ലോസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇവിടെ അങ്ങനെ ക്ലോസ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്താണ്, ലെറ്റേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം. ഫസ്റ്റ് വേർഡ് നോക്കിയ പെൻസിൽ, പെൻസിൽ. P ഉണ്ട്, E ഉണ്ട്, N ഉണ്ട്, C ഉണ്ട്, I ഉണ്ട്, L ഉണ്ട്. സോ പെൻസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സെക്കൻഡ് വേർഡ് ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസ്. I ഉണ്ട്, N ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, P ഉണ്ട്, E ഉണ്ട്, N ഉണ്ട്, D ഉണ്ട്. കറക്റ്റ്. N ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, N ഉണ്ട്, C ഉണ്ട്, E ഉണ്ട്. എല്ലാ വാക്കുകളും ഫോർ എക്സാമ്പിൾ. പക്ഷേ എണ്ണം സെയിം ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് എന്താ പറയുക, ഈ മൊത്തത്തിൽ 2 എണ്ണേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഈ എത്ര എണ്ണം വന്നിട്ടുണ്ട്? 1 2 3 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം ഇല്ല എന്ന് ക്വസ്റ്റ്യൻ പറയാത്തത് കൊണ്ട് നമുക്ക് റിപ്പീറ്റഡ് ആയി ഉപയോഗിക്കാം എന്ന് അസ്യൂം ചെയ്യാം. നെക്സ്റ്റ് വേർഡ് ഇറാഡിക്കേറ്റ്, ഇറാഡിക്കേറ്റ്, ഇറാഡിക്കേറ്റ്. E ഉണ്ട്, R ഉണ്ട്, A ഉണ്ട്, D ഉണ്ട്, I ഉണ്ട്, C ഉണ്ട്, A ഉണ്ട്. ബട്ട് T ഇതിനകത്ത് എന്തില്ല? പെർപെൻഡിക്കുലറിൽ T ഇല്ല. സോ ഇറാഡിക്കേറ്റ് എന്ന് പറയുന്ന വാക്ക് പെർപെൻഡിക്കുലർ എന്ന വാക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. സോ ഇപ്പൊ എന്താണ്? ഓപ്ഷൻ C ഇറാഡിക്കേറ്റ് ആണ് ഇതിനകത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഷുഡ് ഓക്കുപ്പൈ ദ പൊസിഷൻ ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? നമുക്ക് ഈ ഒരു എന്താ പറയുക 4 ബാർ 3 ഉള്ള ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യമേ ഹയർ ഓർഡർ ചിന്തിച്ച് കൊളവാക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കാം. ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പം താഴോട്ട് കോളം വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിൽ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഹയർ നമ്പർ, ആ കോളത്തിലെ ഏറ്റവും വലിയ നമ്പർ മുകളിൽ. അപ്പൊ താഴത്തെ 3 നമ്പറുകളെ ചുമ്മാ ഒന്ന് കൂടി നോക്കാം. 14 + 7 21, 21 5 26. സോ കറക്റ്റ്. ഇനി നാലാമത്തെ സെറ്റ് നോക്കി, 27 + 14 എന്ന് പറയുന്നത് 41, 41 + 7 48. കറക്റ്റ്. അപ്പൊ നമുക്ക് സീക്വൻസ് കിട്ടി. ഇനി നോക്കേണ്ട കാര്യമില്ല. 39 + 6 45, 45നോട് കൂടി എന്ത് കൂട്ടിയാൽ 72 കിട്ടും. 45നോട് കൂടി 27 കൂട്ടിയാൽ 72 കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് 27. കാരണം 39 + 6 + 27 എന്ന് പറയുന്നത് 72 എന്ന് കിട്ടും. അപ്പൊ 27 ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അടുത്തത്, ഇവ 5 2 17 6 3 9. അപ്പം ഈ 3 നമ്പറുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കണം. ആദ്യം കൂട്ടി നോക്കാം. ഇവിടെ നോക്കുമ്പോൾ 5 2 7, 6 2 10, 10ഉം 7 17. പക്ഷെ അത് രണ്ടാമത്തെ സെറ്റിൽ വർക്ക് ആവുമെന്ന് നോക്കി. 6 3 18,
പിന്നെ എന്താണ് 6 3 18, 6 3 9, 18 9 27. ഇവിടെ ഈ ആൻസർ ഈ 9 27 ആണ് വർക്ക് ആയത്. അപ്പൊ അത് വർക്ക് ആവുന്നില്ല. നമുക്ക് സ്ക്വയർ എടുത്ത് നോക്കാം. 5ന്റെ സ്ക്വയർ എത്രയാ? 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. 2ന്റെ സ്ക്വയർ 4. 25ന്ന് 4 പോയ 21. അപ്പൊ അതല്ല. 5ന്റെ സ്ക്വയർ 25. 2ന്റെ ക്യൂബ് 8. 25ന്ന് 8 പോയ 17. ഓക്കെ, 5ന്റെ സ്ക്വയർ 25, 2ന്റെ ക്യൂബ് 8, 25ന്ന് 8 പോയാൽ 17. ഡൺ. 6ന്റെ സ്ക്വയർ 36, 3ന്റെ ക്യൂബ് 27, 36ന്ന് 27 പോയാൽ 9. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, 24 നമുക്ക് കിട്ടണം. 1ന്റെ ക്യൂബ് 1, ഈ മുകളിലത്തെ നമ്പറിന്റെ സ്ക്വയർ ഏതെന്ന് നോക്കിയാൽ മതി. ഏത് നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ? 5ന്റെ സ്ക്വയർ എടുത്തേ. 5ന്റെ സ്ക്വയർ എടുത്താൽ 25, 25ന്ന് 1 പോയാൽ 24. അപ്പൊ ഇവിടെ വരേണ്ടത് ഏതൊരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട്. അപ്പൊ 25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 5. ഓപ്ഷൻ 4 ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ 2 4 6 7 5 3. ഇപ്പൊ നടുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ നടുക്കത്തെ നമ്പറിലേക്ക് എത്താനായിട്ട് ചുമ്മാ കൂട്ടി നോക്കി. 2 4 × 6, 6 6 12, 12 3 15, 15 7 22, 27 7 34. അപ്പൊ 139 കിട്ടത്തില്ല. അപ്പൊ വലിയ നമ്പർ തന്നിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും അത് എന്താണ് അഡീഷൻ ആവാൻ ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് നമ്പറുകളുടെ സ്ക്വയർ എടുത്ത് നോക്കാം. 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. 2 സ്ക്വയർ 4, 4 സ്ക്വയർ 16, 6 സ്ക്വയർ 36, 3 സ്ക്വയർ 9, 5 സ്ക്വയർ 25, 7 സ്ക്വയർ 49. 36 പ്ലസ് 9 എന്ന് പറയുന്നത് 45. 45 പ്ലസ് 25 എന്ന് പറയുമ്പോൾ 70. ഓക്കെ, ദെൻ 16 പ്ലസ് 4 എന്ന് പറയുന്നത് 20. 70 പ്ലസ് 20 90. 90 പ്ലസ് 49 എന്ന് പറയുമ്പോൾ 139. സോ അത് സെന്റർ വർക്ക് ആവുന്നുണ്ട്. ഇത് സീക്വൻസ് രണ്ടാമത്തെ സീക്വൻസിലും വർക്ക് ആവുമെന്ന് നോക്കാം. 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. That is 3 square 9, 6 square 36, 9 square 81, 2 square 4, 8 square 64, 5 square 25. കൂട്ടിയെടുത്തേ 9 പ്ലസ് 81 എന്ന് പറയുമ്പോൾ 90, 36 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 40, 64 പ്ലസ് 25 എന്ന് പറയുന്നത് 89, 90 പ്ലസ് 30 എന്ന് പറയുന്നത് 130, 130 പ്ലസ് 89 എന്ന് പറയുന്നത് 219. ദാറ്റ് ഈസ് ഈക്വൽ 219. അപ്പോൾ സീക്വൻസ് വർക്ക് ആവുന്നു. 219 തന്നെയാണ് സെന്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നോക്കിയാൽ 8 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. 8 സ്ക്വയർ 64, 7 സ്ക്വയർ 49, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36. 36 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 40, പ്ലസ് 49 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 50, 64 പ്ലസ് 25 എന്ന് പറയുമ്പോൾ 89. സോ എന്ത് കിട്ടി? 50 പ്ലസ് 40 90, 90 പ്ലസ് 89 ഈക്വൽ ടു 179. സോ ആൻസർ എന്ന് പറയുന്നത് 179. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. Keep watching, keep learning. Thanks for watching.